ന്യൂസ് റൂം ലൈവ് തുടരുന്നു. ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായ ജീവത എഴുന്നള്ളത്തിനെ CPM ജനകീയ പ്രതിരോധ ജാഥയ്ക്കിടെ അവഹേളിച്ചതായി പരാതി. ചെങ്ങന്നൂരിൽ ജാഥയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം പതിപ്പിച്ച ജീവതയുടെ മാതൃകയുമായി പ്രവർത്തകർ എത്തിയതാണ് വിവാദമായത്. ഓണാട്ടുകര എഴുന്നള്ളത്ത് സംരക്ഷണ സമിതിയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മധ്യ തിരുവിതാംകൂറിലെ പ്രധാന ആചാരങ്ങളിലൊന്നാണ് ജീവത എഴുന്നള്ളത്ത്. ദേവീദേവന്മാരെ എഴുന്നള്ളിക്കുന്നതിന് പല്ലക്കിന് പകരമായി ഉപയോഗിക്കുന്നതാണ് ജീവത. ക്ഷേത്രോത്സവങ്ങളുടെ ഭാഗമായി പറ എഴുന്നള്ളിപ്പിനും ജീവത ഉപയോഗിക്കുന്നു. എന്നാൽ വിവാദമായിരിക്കുന്നത് CPM പ്രതിരോധ ജാഥയിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങളാണ്. ജീവതയിൽ ദേവതകളുടെ രൂപം പതിപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം പതിപ്പിച്ചതാണ് വിശ്വാസികൾ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന പ്രതിരോധ ജാഥയ്ക്ക് ചെങ്ങന്നൂരിൽ നൽകിയ സ്വീകരണത്തിനിടയിലാണ് ഈ വിവാദ എഴുന്നള്ളത്ത്. ഓണാട്ടുകര എഴുന്നള്ളത്ത് സംരക്ഷണ സമിതിയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ജീവത എന്ന് പറയുന്നത് ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ എഴുന്നള്ളത്ത് നടത്തുന്ന പരമ പവിത്രമായ പേടകമാണ്. അതിനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ മറ്റ് പ്രസ്ഥാനങ്ങളോ തെരുവിൽ വികലമായി പ്രദർശിപ്പിക്കുക എന്നത് അക്ഷന്തവ്യമായ അപരാധമാണ്. ശബരിമല വിഷയത്തിലടക്കം ആലപ്പുഴയിൽ സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമുയർന്ന ചെങ്ങന്നൂരിൽ CPM പ്രവർത്തകരുടെ ഈ സ്വീകരണം പുതിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. വാർത്തയുടെ വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. ശരണ്യ, ഇതെങ്ങനെയൊക്കെയാണ് വിവാദമാകുന്നത്? CPM എന്തെങ്കിലും വിശദീകരണം ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ടോ? രേണുക, കഴിഞ്ഞ ദിവസം നടന്ന ജനകീയ പ്രതിരോധ ജാഥയുടെ ഭാഗമായി കൊണ്ടുവന്ന ഈ എഴുന്നള്ളത്തിന് വേണ്ടി ഉപയോഗിച്ച ജീവതയാണ് ഇപ്പോൾ ഈ വിവാദങ്ങൾക്ക് തിരികൊടുത്തിയിരിക്കുന്നത്. അതായത് ഈ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിലടക്കം പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ജീവതയിൽ ദേവീദേവന്മാരുടെ രൂപങ്ങൾ വെക്കുന്ന ഭാഗത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം പതിപ്പിച്ചായിരുന്നു എഴുന്നള്ളത്തിന്റെ മാതൃകയിൽ ആഘോഷ ജാഥയിൽ അവരത് ഉപയോഗിച്ചത്. അതിനെയാണ് ഇപ്പോൾ ഓണാട്ടുകര എഴുന്നള്ളത്ത് സംരക്ഷണ സമിതി അടക്കം അതിനെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ഈ രീതിയിൽ ഉപയോഗിക്കുന്നത്, അതായത് ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഭാഗമായ കാര്യങ്ങളെ ഈ രീതിയിൽ ഉപയോഗിച്ചത് തെറ്റായി പോയി എന്നുള്ള അവരുടെ പ്രതിഷേധമാണ് അവർ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ CPM ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മാന്നാർ ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള ബുധനൂർ ലോക്കൽ കമ്മിറ്റിയാണ് ഇത്തരത്തിൽ ഈ ജീവതയുടെ രൂപമുണ്ടാക്കി അതിനകത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം പതിപ്പിച്ച് അത് ജാഥയ്ക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. അത് ആണ് ഇപ്പോൾ മറ്റൊരു തരത്തിൽ വിവാദമായി മാറിയിരിക്കുന്നത്. ശരണ്യ, ഇതിപ്പോൾ ഇവിടെ മാത്രമാണോ ജനകീയ പ്രതിരോധ ജാഥയിൽ ഈ രീതിയിൽ ജീവതയുടെ മാതൃക ഉപയോഗിക്കുന്നത്? ഇത് സാധാരണഗതിയിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഉത്സവ ആഘോഷങ്ങളുടെ ഭാഗമായും ഒപ്പം തന്നെ ക്ഷേത്രത്തിൽ നിന്നും ദേവീദേവന്മാരുടെ രൂപങ്ങൾ പുറത്തേക്ക് ഇറക്കുന്നതിന്റെ ഭാഗമായി മുൻപ് ആനപ്പുറത്തൊക്കെ എഴുന്നള്ളിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ ഓണാട്ടുകരയിൽ ഒന്ന് തുടരുക ശരണ്യ. ഇപ്പോൾ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ അനിൽ വിളയിൽ, ഇതിപ്പോൾ ജീവതയുടെ രൂപത്തിന് സമാനമായ ഒരു ആകൃതി അതിനുണ്ട്. അതിനപ്പുറം ഇത് എങ്ങനെയാണ് വിവാദമാകുന്നത്, വിശ്വാസത്തെ ഹനിക്കുന്നതാകുന്നത്? അതെ, തീർച്ചയായിട്ടും ഈ ഗോവിന്ദൻ മാസ്റ്ററുടെ ജാഥ ആരംഭിച്ച ദിവസം മുതൽ തന്നെ ഹൈന്ദവപരമായിട്ടുള്ള ആചാരങ്ങളെയും ആഘോഷങ്ങളെയും അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ ചെങ്ങന്നൂരിൽ നടന്നിട്ടുള്ള ഈ സംഭവം. തീർച്ചയായിട്ടും ഓണാട്ടുകര മധ്യ തിരുവിതാംകൂർ പ്രദേശങ്ങളിലെ എല്ലാ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെയും പ്രധാനപ്പെട്ട ഒരു ആരാധനാ രീതിയാണ് പറക്കെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ളത്. ഒരു വർഷത്തിലെ 364 ദിവസങ്ങളിലും ഭക്തജനങ്ങള് ക്ഷേത്രങ്ങളിലെത്തി, പ്രത്യേകിച്ച് അവരുടെ ഗ്രാമക്ഷേത്രങ്ങളിലെത്തി അവരുടെ ആരാധനാമൂർത്തികളെ വണങ്ങുകയാണ് പതിവ്. അതിന് തിരിച്ച് ഒരു ദിവസം അവരുടെ ആരാധനാമൂർത്തി ഭക്തന്റെ വീട്ടിലേക്ക് എഴുന്നള്ളുന്ന ദിവസമാണ് പറക്കെഴുന്നള്ളുക എന്ന് പറയുന്നത്. ആ ആരാധനാമൂർത്തി എത്തുന്നത് ഇത്തരത്തിലുള്ള
ഒരു ജീവിതയിലാണ് ഏറി വരുന്നത്. അത് ദേവവാഹനമായിട്ടാണ് മധ്യ തിരുവിതാംകൂറിലെയും മോണാട്ടുകരയിലെയും ആൾക്കാർ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെ അവഹേളനപരമായ രീതിയിലാണ് ചിത്രീകരിച്ചത്. ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നോ അല്ലെങ്കിൽ മറ്റു സ്വാതന്ത്ര്യമെന്നോ ഒക്കെ പറയാൻ സാധിക്കും. പക്ഷെ ഹൈന്ദവമായിട്ടുള്ളതിനെ മാത്രമേ ഉള്ളല്ലോ ഇത്തരത്തിൽ ഈ പാർട്ടിക്കാർ ഇതിനെ അവഹേളിക്കുന്നത്. മറ്റു മതങ്ങളുടെ യാതൊന്നിനെയും അവഹേളിക്കാതെ ഹൈന്ദവപരമായിട്ടുള്ളതിനെ മാത്രം അവഹേളിക്കുന്ന തരത്തിൽ ഇക്കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. അഡ്വക്കേറ്റ് അനിൽ, ഇതിൽ എവിടെയാണ് അവഹേളനം വരുന്നത്? അവിടെ അവഹേളനം ഇതൊരു സാധാരണഗതിയിൽ ഒരു ചിട്ടവട്ടങ്ങളുടെയും ഒരു ആചാര അനുഷ്ഠാനത്തിന്റെയും ഭാഗമായിട്ടാണ് ജീവിതം എടുക്കുന്നത്. അത് വളരെ ശാസ്ത്രീയമായി വളരെ കഴിഞ്ഞ ഏതാണ്ട് 3-3.5 നൂറ്റാണ്ടുകളായി ഓരോ കാലഘട്ടത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ പറയ്ക്ക് എഴുന്നള്ളുന്നത്. അതിനെ വളരെ മോശമായ രീതിയിൽ റോഡിൽ ഇത്തരത്തില് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഒരു ക്രമമില്ലാതെ ഒരു വൃത്തികെട്ട രീതിയിൽ അതിനെ ഇട്ട് ആറാടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ചെങ്ങന്നൂരിൽ കണ്ടത്. അത് തീർത്തും അവഹേളനപരം തന്നെയാണ്. ഹൈന്ദവപരമായ വിശ്വാസികളുടെ ഹൃദയത്തിൽ നോവുണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് കാണിച്ചത്. അതിന് യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ പ്രാദേശികമായാണല്ലോ ഇത്തരം സ്വീകരണവും അതിന്റെ ഒരുക്കങ്ങളും ഒക്കെ നടക്കുന്നത്. ഓണാട്ടുകരയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇഴുകിച്ചേർന്നതായിരിക്കാം അതുകൊണ്ട് അതിന്റെ ഒരു രൂപം അവിടെ അവതരിപ്പിക്കപ്പെടുന്നു എന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ മനഃപൂർവ്വം വിശ്വാസത്തെ ഹനിക്കാൻ അങ്ങനെ ചെയ്തു എന്ന് നമുക്ക് ആരോപിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും അത് തന്നെയല്ലേ. കഴിഞ്ഞ ദിവസം യാത്ര തുടങ്ങി കോഴിക്കോട് കേരളത്തിലെ മലബാറിലെ കാവുകളില് ഒരു വെളിച്ചപ്പാട് തുള്ളുന്ന ഒരു പരിപാടിയുണ്ട്. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ മലബാർ പ്രദേശത്തെ ആ തരത്തിലുള്ള കോമരം തുള്ളലിനെ അവഹേളിച്ചതുപോലെ തന്നെയാണ് ഈ തിരുവിതാംകൂറിലെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് ഹൈന്ദവ വിഭാഗത്തിലുള്ള ജനങ്ങളുടെ ആരാധനാ സമ്പ്രദായത്തിനെ തീർത്ത് അവഹേളിക്കുകയാണ്. അതിനെന്താ സംശയം? യാതൊരു സംശയവുമില്ല. ഹൈന്ദവ ആചാരങ്ങളെ തകർക്കാനും ഹൈന്ദവ ആചാരങ്ങളെ ഇല്ലാതാക്കാനുമുള്ള ആസൂത്രിത ശ്രമം CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതിന്റെ പ്രകടമായ തെളിവാണിത് കണ്ടത്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി CPM പ്രവർത്തകരോട് ഇക്കാര്യത്തിനെ പറ്റി ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിച്ചപ്പോൾ അവർക്കും ഇതിനെതിരാണ്. അവരുടെ ഉള്ളിലും ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ പച്ചപിടിച്ചു കിടക്കുകയാണ്. ഇത് അവഹേളനപരമാണെന്ന് വ്യക്തിപരമായിട്ട് സമ്മതിക്കാൻ അവർ തയ്യാറാണ്. അത് പക്ഷെ പാർട്ടി തിരിച്ചറിയുന്നില്ല. തൊട്ടടുത്ത ദിവസം ഗോവിന്ദൻ മാസ്റ്റർ പത്തനംതിട്ടയിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ, ഇനിയും ഞങ്ങൾ ഇത് തുടരും. അതൊരു ഭീഷണിയാണ്. ഇത്തരത്തിലുള്ള എന്ത് പ്രശ്നവും ഹിന്ദുമതത്തിനെതിരെ കാണിക്കാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് ഇത് മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇത് പ്രാദേശികമാണോ അല്ലയോ എന്നുള്ളതല്ല. മഹാഭൂരിപക്ഷം വരുന്ന ഓണാട്ടുകര മധ്യ തിരുവിതാംകൂർ പ്രദേശത്തെ ഹൈന്ദവ വിഭാഗത്തിലുള്ള ആൾക്കാരെ വളരെ മാനസികമായി വേദനിപ്പിച്ച ഒരു സംഭവമാണ് ചെങ്ങന്നൂരിൽ ആവർത്തിച്ചത്, നാട് റോഡിൽ തുള്ളിയത്. ശരി, വളരെ നന്ദി ശ്രീ അനിൽ. ഞങ്ങളോട് സഹകരിച്ചതിന് ഇപ്പോൾ BJP പ്രതിനിധി K. സോമൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ K. സോമൻ, ഹിന്ദു വിശ്വാസികളെ അവരെ അവഹേളിക്കുന്നതായി പോയി ഈ ജീവത ഈ രീതിയിൽ അവിടെ അവതരിപ്പിച്ചത് എന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രതിനിധി ഉൾപ്പെടെ പറയുന്നത്. BJPക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് എല്ലാവർക്കുമുള്ള ഒരു അഭിപ്രായമാണെന്നേ. നാടിന്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും വിശ്വാസത്തെയും CPM അംഗീകരിക്കുന്നില്ല. അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയും അതിനെ അപമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ യാത്രയിൽ മാത്രമല്ല, ഏതാണ്ട് CPM പ്രചരണ പരിപാടികൾ സ്വീകരിക്കുന്ന സമീപനമാണ്. ചെട്ടുകുളങ്ങരയിലെ തേരിന്റെയും കുതിരയുടെയും രൂപമൊക്കെ ഇവർ നേരത്തെയും ഇത്തരത്തിലുള്ള പ്രചരണ പരിപാടികൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇതെല്ലാം തന്നെ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട് ഹിന്ദുവിന്റെ ആരാധനാ രീതികളുമായി ബന്ധപ്പെട്ട് മാത്രം വൈകൃതമായി ഇവർ കാണുന്നതാണ്. വേറൊരു മതവിഭാഗത്തിന്റെ ഇത്തരത്തിലുള്ള പ്രതീകങ്ങളെ പ്രദർശിപ്പിക്കാൻ, എന്നിട്ട് അതിൽ വിപ്ലവമുണ്ടെന്ന് പറയാൻ ഇവർ ഒരിക്കലും തയ്യാറായിട്ടില്ല. ഇത് ഹിന്ദു വിരുദ്ധമായ പാർട്ടിയാണ്. ഹിന്ദുക്കൾക്ക് അപമാനമുണ്ടാക്കുന്ന, അവരുടെ വിശ്വാസത്തെ വൈകൃതമായി പ്രകടിപ്പിക്കുന്ന എല്ലാ പ്രചരണ രീതികളും CPM സ്വീകരിക്കും. ശരി, വളരെ നന്ദി ശ്രീ K. സോമൻ ഞങ്ങളോട് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട്. ശരണ്യ, നമുക്കറിയാം ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഉയർന്ന ഇടങ്ങളിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവാദം ജനകീയ പ്രതിരോധ ജാഥ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സാഹചര്യവുമൊക്കെയാണ്. ഇത് തണുപ്പിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ വിശദീകരണത്തിന് പാർട്ടി തയ്യാറാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ആ രീതിയിൽ വലിയ വിവാദമായി ഇത് ഉയരുകയാണോ? CPM-ന്റെ ആലപ്പുഴ ജില്ലാ നേതൃത്വം അതിനെ അത്ര ഗൗരവകരമായി കാണുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
എന്തായാലും ഇത് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ആ പ്രദേശത്തുള്ള പാർട്ടി പ്രവർത്തകരോടൊക്കെ ഇത് സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ആ രീതിയിൽ മറ്റൊരു അവഹേളനം എന്നുള്ള രീതിയിൽ അവർ അത് ഉദ്ദേശിച്ചിട്ടില്ല, മറിച്ച് ഒരു നാടിന്റെ പാരമ്പര്യം എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ഒരു മാതൃക അവിടെ കൊണ്ടുവന്നു എന്നുള്ള രീതിയിലാണ് അവർ പ്രതികരിച്ചത്. അല്ലാതെ മറ്റ് ഇപ്പോൾ മതവിശ്വാസത്തെ വ്രണപ്പെടുത്താനോ ആ രീതിയിലുള്ള ഒരു നീക്കമായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് നവമാധ്യമങ്ങളടക്കം ഈ ദൃശ്യങ്ങൾ, അതായത് CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ആ ജീവതയുടെ മുന്നിൽ നിന്ന് അത് തോളിലേന്തുന്നത്, അത് കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് ഈ നവമാധ്യമങ്ങളടക്കം ഉണ്ടായിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് മതവിശ്വാസികളിലാണ് അത്തരം ഒരു ചർച്ച രൂപപ്പെടുകയും അത്തരം കേന്ദ്രങ്ങളിൽ അത് കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ അത് CPM എങ്ങനെയാണ് ഇതിനോട് തീർച്ചയായും എന്തായാലും വരും ദിവസങ്ങളിൽ CPM അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും നമ്മൾ ഇപ്പോൾ CPM പ്രതിനിധികളെ ബന്ധപ്പെട്ടപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണത്തിനില്ല എന്നാണ് നേതാക്കൾ പറഞ്ഞത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ പ്രത്യേക സാഹചര്യത്തിൽ അതിൽ കൂടുതൽ വിശദീകരണം നൽകിയേക്കാം. ഒരുപക്ഷെ MV ഗോവിന്ദൻ തന്നെ കൂടുതൽ വിശദീകരണം, ക്ലാരിറ്റി ആ വിഷയത്തിൽ വരുത്തിയേക്കാം. എന്തായാലും നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഇടവേളയിലേക്ക് കൂടി പോകുന്നു.